ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. ആദ്യം തന്നെ വിശ്വത്തെ മയക്കി കിടത്തി. അല്ലാതെ ഒരു രീതിയിലും വിശ്വം സഹകരിക്കുന്നില്ല. അയാളുടെ വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റി വൈദ്യരും മകനും പരിശോധിച്ചു. ശരീരത്തിലാകമാനം മുറിവിൻ്റെയും ചതവിൻ്റെയും പാടുകൾ. തലയ്ക്ക് പിന്നിലുള്ള മുറിവിൽ നിന്നും ഇപ്പോഴും ബ്ലീഡിംഗ് ഉണ്ട്. എന്തായാലും വിശദമായ പരിശോധന കഴിഞ്ഞ് വൈദ്യരും മോനും പുറത്തേക്ക് വന്നു. കാശിയും ജിതിനും വൈദ്യർ എന്താണ് പറയുന്നതെന്നറിയാൻ കാത്തുനിന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വന്നവരുടെ മുഖം കണ്ടപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവണ്ണം മങ്ങിയിരുന്നു. എന്താ വൈദ്യരെ, വിശ്വത്തിന് എന്താ? നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നല്ലോ. വൈദ്യർ മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ വളരെയധികം സ്നേഹത്തോടെ നോക്കി. കഴിഞ്ഞ 2 തവണ അവൻ വരുമ്പോഴും അവനോട് പറയാൻ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അവസ്ഥ. കാശിനാഥൻ, ഞാൻ പറയുന്നത് ക്ഷമയോടുകൂടി കേൾക്കണം. തൻ്റെ സുഹൃത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അയാൾക്ക് പെട്ടെന്ന് റിക്കവറി സാധ്യമാകില്ല. കാരണം അയാളുടെ തലയ്ക്ക് പിന്നിലേറ്റ മുറിവിന് പഴക്കമുണ്ട്. അത് എപ്പോൾ സംഭവിച്ചതാണെന്നോ എങ്ങനെ സംഭവിച്ചതാണെന്നോ അറിയില്ല. അത് വ്രണമായി അകത്തേക്ക് പടർന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ഓർമ്മക്കുറവ്. മാത്രമല്ല, ശരീരം മുഴുവനും ചതവിൻ്റെയും അടിയുടെയും പാടുകളാണ്. ചതവൊക്കെ നീര് കെട്ടിയിട്ടുണ്ട്. കൂടാതെ അയാൾക്ക് മാരകമായ ലഹരിയുടെയും അടിമയാണ്. അതുകൊണ്ട് ഇനിയും ചികിത്സിച്ചിട്ട് കാര്യമില്ല കാശിനാഥൻ. കാശി എല്ലാം കേട്ട് തളർച്ചയോടെ ഇരുന്നു. വൈദ്യരെ, എന്തെങ്കിലും പോംവഴിയുണ്ടോ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ? എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാനത് പറയില്ലേ കാശിനാഥൻ? അയാളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തന്നെ കാത്ത് ഒരു അപകടമുണ്ടെന്ന്. ഇയാളുമായി ബന്ധപ്പെട്ട ഒന്നിൻ്റെയും പുറകെ കാശിനാഥൻ പോകരുത്. ഈ വിധി ഇയാൾക്ക് സ്വയം ചോദിച്ചു വാങ്ങിയതാണ്. ഇനി എന്തു തന്നെ ആയാലും ഇയാളുടെ പിറകെ താൻ അന്വേഷിച്ച് നടക്കരുത്. ഇയാളെ ഇവിടെ എത്തിക്കുന്നത് വരെ തൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. തൻ്റെ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരികെ വരുമെങ്കിൽ ഉറപ്പായും ഞാൻ തന്നെ വിളിച്ചറിയിക്കും. അതല്ലെന്നാണെങ്കിൽ ഈശ്വരഹിതം എന്താണോ അതുപോലെ സംഭവിക്കും. അപ്പോഴും എൻ്റെ വിളി തന്നെ തേടിയെത്തും. പതിവ് പോലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് വൈദ്യരുടെ കയ്യിലേക്ക് കൊടുത്ത് ആ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചു കാശി. വൈദ്യരെ ആ പണം തിരികെ കാശിയുടെ കയ്യിലേക്ക് നീട്ടി. ഇതിനോടകം തന്നെ ഒരുപാട് കാശ് താൻ തന്നു കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ആവശ്യമില്ല കാശിനാഥൻ. വൈദ്യരങ്ങനെ പറയരുത്. എൻ്റെ മനസ്സിലെപ്പോഴും പ്രതീക്ഷ ബാക്കിയുണ്ട്. വൈദ്യരവനെ ഒരിക്കലും കൈവിടരുത്. വിശ്വനാഥൻ്റെ പേരിലുള്ള പൂജയ്ക്കും പിന്നെ എൻ്റെ കൺമണിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കൂടി പ്രാർത്ഥനയുണ്ടാവണം. ഇനി മുതൽ വൈദ്യരുടെ അങ്ങോട്ടുള്ള പ്രാർത്ഥനകളിൽ ജിതിനെയും കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തണം. അത്രയും പറഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണുകൾ ജിതിനിൽ നിന്നും മറച്ച് നേരെ വണ്ടിയിലേക്ക് കയറി. കാശിയുടെ കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും വൈദ്യരുടെ മകൻ അയാളുടെ മുന്നിൽ കയറി നിന്നു. അച്ഛൻ എന്തിനാണ് കാശിനാഥനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? വിശ്വനാഥനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമല്ലോ. പിന്നെന്തിനാ കാശിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? വിശ്വനാഥിൻ്റെ ശരീരം പരിശോധിച്ചതിൽ നിന്നും നിനക്ക് എന്താ മനസ്സിലായത്? അയാളുടെ ശരീരത്തിലെ മുറിവുകളും ചതവുകളും പ്രഹര രീതിയും ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഏതോ വലിയ സങ്കേതത്തിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് എന്നുറപ്പാണ്. മാത്രവുമല്ല, അയാളുടെ ശരീരത്തിൽ ലഹരിയുമുണ്ട്. ഏതോ വലിയ അപകടഘട്ടത്തിൽ നിന്നുമാണ് കാശിനാഥൻ അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. നിനക്കറിയില്ലേ കാശിയുടെ കുടുംബത്തെക്കുറിച്ച്? അയാളും കൺമണിയും കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നതിനിടയിൽ വിശ്വനാഥൻ്റെ പുറകിലൂടെയാണ് കാശിയുടെ യാത്രയെങ്കിൽ ഉറപ്പായും കൺമണിക്ക് കാശിനാഥനെ നഷ്ടമാകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. വിശ്വനാഥൻ്റെ സമയം ഇപ്പോൾ വളരെ മോശാവസ്ഥയിലാണ്. കാശി ഇയാളുടെ പിന്നിൽ തൂങ്ങിയാൽ കൺമണിക്ക് എന്നേക്കുമായി കാശിയെ നഷ്ടപ്പെടും. അറിഞ്ഞു വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അത്രയും കടുത്ത ഭാഷയിൽ ഞാൻ സംസാരിച്ചത്. വിശ്വനാഥന് എന്തെങ്കിലും സ്വബോധം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ കാശിയെ വിളിച്ച് അപ്പോൾ തന്നെ വിവരം അറിയിക്കും. എന്നാൽ മറിച്ച് അയാൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അതും ഞാൻ കാശിയെ അറിയിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം കാശിനാഥന് സമാധാനമായി മടങ്ങിപ്പോകാം. അച്ഛൻ പറഞ്ഞത് മുഴുവൻ കേട്ടപ്പോൾ ഡോക്ടർക്കും തോന്നി അത് ശരിയാണെന്ന്. കാശി ഇപ്പോൾ ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളെ അപകടത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പിന്നെ വിശ്വത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അയാൾ രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. അത്രയും സീരിയസ് ആണ് അയാളുടെ കാര്യം. അഥവാ രക്ഷപ്പെട്ടാലും ജീവിതത്തിലേക്കൊരു മടങ്ങിപ്പോക്കില്ല. കാരണം ബോധം നശിച്ച് ഒരേ കിടപ്പായിരിക്കും. അമ്മേ ദേവി,
വൈദ്യർ ദീർഘമായി നിശ്വസിച്ചു. കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം കാശി അവൻ്റെ കാർ സൈഡിൽ ഒതുക്കി. ബാംഗ്ലൂരിൽ ചെന്നത് മുതലുള്ള സൗഹൃദമാണ് വിശ്വവുമായി. എന്തിനും ഏതിനും തൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു, സഹോദരനെ പോലെ. അങ്ങനെയുള്ളവനാണ് ഇപ്പോൾ ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം. ജിതിനൊരു കോൾ വന്നതും അയാൾ അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഓഫീസിലെ സ്റ്റാഫുകളിൽ ആരോ പറഞ്ഞാണ് ആ വിവരം അറിയുന്നത്. കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ ജിതിൻ തറഞ്ഞു നിന്നു. സാർ, ജിതിൻ്റെ അടഞ്ഞ വിളിയൊച്ച കേട്ട് കാശി മുഖമുയർത്തി. കലങ്ങിയ കണ്ണുകൾ വലത് കൈയാൽ അമർത്തി തുടച്ചു. ഇപ്പോൾ ബാംഗ്ലൂർ പോലീസിൽ നിന്നൊരു വിവരം കിട്ടിയതിനെ തുടർന്ന് ഓഫീസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. വിശ്വം സാറിൻ്റെ പെങ്ങളെ പോലീസ് റെയ്ഡ് ചെയ്ത ഹോട്ടലിൽ നിന്നും പിടിച്ചു. അവർ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. ഹോസ്പിറ്റലിലെത്തിക്കും മുന്നേ കഴിഞ്ഞു. കാശി ചെവി രണ്ടും അടച്ചു പിടിച്ചു. ആ സമയം അവരുടെ കയ്യിൽ മയക്കുമരുന്നും ഉണ്ടായിരുന്നു. നന്നായി ജിതിൻ, അമ്മ മരിച്ചു, അനിയത്തി ആത്മഹത്യ ചെയ്തു. അവൻ ഇതൊന്നും അറിയാതെ ഭ്രാന്തനായി. അതങ്ങനെയാകട്ടെ അല്ലേടോ? ചോദിക്കുമ്പോൾ കാശിയുടെ കണ്ണുകൾ പെയ്തുപോയി. ഒരു കുടുംബം എത്ര പെട്ടെന്നാണ് ജിതിൻ അനാഥമായത്. എന്ത് സന്തോഷമായിരുന്നെന്നോ ജിതിൻ. അവൻ്റെ അമ്മ ഒരുപാട് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. അവൻ്റെ പെങ്ങൾ എനിക്കും സ്വന്തമായിരുന്നു. പക്ഷേ എല്ലാം തകർന്നില്ലേ? സാറിങ്ങനെ തളരരുത്. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ബാംഗ്ലൂർ പോലീസ് ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. വിശ്വം സാറിനെ കണ്ടുമുട്ടിയ അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. വിശ്വം സാറിൻ്റെ അനുജത്തി, ആ കുട്ടിയുടെ പോക്ക് അത്ര നല്ലതായിരുന്നില്ല. നഗരത്തിലെ ലഹരി മാഫിയയിലുള്ള ആൾക്കാരുമായി ആ കൊച്ചിന് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ണിയാണ് വിശ്വത്തിൻ്റെ കാമുകിയും. വൈദ്യർ പറഞ്ഞതുപോലെ നമുക്കിതിൻ്റെ പിറകിൽ നിന്നും പോകണ്ട സാർ. നഷ്ടങ്ങൾ മാത്രമേ നമുക്ക് അതുകൊണ്ടുണ്ടാകൂ. നമ്മുടെ കുടുംബം അത് നമുക്ക് വലുതല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നതും അതുതന്നെയാണ് സാർ. എല്ലാം ഇവിടെ മറക്കണം. വിശ്വം സാർ ചികിത്സയൊക്കെ പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ നമുക്ക് സാറിൻ്റെ കൂടെ കൂട്ടാം. അതല്ലെങ്കിൽ സാറിൻ്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. അത് മാത്രമേ നമുക്ക് ചെയ്യാനാകൂ. ജിതിൻ പറയുന്നതെല്ലാം കാശി മൂളി കേട്ടതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. താൻ എന്തായാലും ഇന്നിനി തിരികെ പോകുന്നില്ലല്ലോ. നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് തനിക്ക് നാളെ പോകാം. ജിതിനും അങ്ങനെ മതിയെന്ന് തന്നെയായിരുന്നു അഭിപ്രായം. എന്തുകൊണ്ടോ ആ സമയം കാശിയെ ഒറ്റയ്ക്കാക്കാൻ അവന് തോന്നിയില്ല. കുന്നത്തെത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ഗേറ്റ് കടന്ന് വണ്ടി ഒതുക്കുമ്പോൾ തന്നെ കണ്ടു പുറത്തേക്ക് ഇറങ്ങി വരുന്ന കൺമണിയെ. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാറ്റ് പോലെ വന്നവൾ അവനെ ഇറക്കി കെട്ടിപ്പിടിച്ചു. അടുത്ത് നിൽക്കുന്ന ജിതിനെയോ മറ്റുള്ളവരെയോ ഇരുവരും കണ്ടില്ലെന്നാണ് സത്യം. വിശ്വത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൺമണിയോട് കാശി പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാശിയെ കണ്ടപ്പോൾ അവൾക്ക് സങ്കടം അടക്കാനായില്ല. രണ്ടുപേരും ഒന്നും ഒക്കെ ആയപ്പോഴാണ് കാശി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയത്. പിന്നീടാണ് അടുത്ത് നിൽക്കുന്ന ജിതിനെ പോലും കൺമണി ശ്രദ്ധിക്കുന്നത്. വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വിളിക്കുമോളെ രണ്ടുപേരെയും. അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ കൺമണി ഇരുവരെയും അകത്തേക്ക് കൂട്ടി. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും ഫ്രഷായി വന്നപ്പോൾ കഴിക്കാനും എടുത്തു വെച്ചു. ആ വീടിൻ്റെ അന്തരീക്ഷവും അവിടെയുള്ള ആൾക്കാരെയും കാശിയുടെയും മക്കളെയും കണ്ടപ്പോൾ ജിതിനും ഉത്സാഹം തോന്നി. വൈകുന്നേരം തന്നെ പുറപ്പെടുന്നതെന്ന് പറഞ്ഞ ജിതിൻ അന്നത്തെ ദിവസം അവിടെ താമസിച്ച് അടുത്ത ദിവസമാണ് യാത്ര ചെയ്യാൻ അനുവദിച്ചത്. ഇടയ്ക്ക് ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി വരണമെന്നും ബാംഗ്ലൂരിലെ ബിസിനസ്സുകളെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചൊക്കെ ജിതിനോട് കാശി സംസാരിച്ചിരുന്നു. ജിതിനും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം കുറച്ച് വർഷമായി ജിതിനും നാട്ടിൽ സെറ്റിലാകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം വളരെ സമാധാനത്തോടു കൂടിയാണ് ജിതിൻ ഉറങ്ങാൻ കിടന്നത്. കൺമണിയെ നെഞ്ചിലേറ്റി അവളോട് കാര്യങ്ങൾ വിശദമായി പറയുമ്പോൾ പലപ്പോഴും കാശിയുടെ ഒച്ച ഇടറുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം ചേർത്ത് പിടിച്ച് അവളുടെ ഇടംകൈ അവനെ തലോടിക്കൊണ്ടേയിരുന്നു. എത്രയും പെട്ടെന്ന് വിശ്വേട്ടൻ സുഖമായി വരും. വിശ്വേട്ടൻ എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കാം. ഓഫീസിൻ്റെ ഷെയർ വിശ്വേട്ടനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. നമുക്കത് കൃത്യമായി ബാങ്കിലിടാം. അസുഖമെല്ലാം ഭേദമായി ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹവും നടത്തി കൊടുക്കാം. നമ്മളെല്ലാം ഇല്ലേ വിശ്വേട്ടന് സ്വന്തക്കാരായി? അതുപോലെ കാശിയേട്ട ഇനിയുള്ള ജീവിതത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞ് കാശിയെ ആവുന്നത്ര സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൺമണി. അവളെയും ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ കൺമണി പറയുന്നതൊക്കെ സത്യമായിരുന്നെങ്കിലെന്ന് കാശിയും ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. സന്തോഷം നിറഞ്ഞ പുലരിക്ക് വേണ്ടി അന്നും അസ്തമയ സൂര്യൻ മറഞ്ഞു. നാളെയുടെ പ്രതീക്ഷകളെ മികവുറ്റതാക്കാൻ ഇനിയൊരു തുടർച്ചയില്ല. ഉയിരിലലിയാൻ ഇവിടെ പൂർണ്ണമാകുന്നു.
കാശിയെയും കൺമണിയെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഇതിലെഴുതാൻ ബാക്കിയൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെ കൂടെ വന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം നന്ദി. ഇനിയുള്ള കഥകൾക്കും ഈ സപ്പോർട്ട് തരണേ. നിറയെ സ്നേഹത്തോടു കൂടി രുദ്രപ്രിയ. ഉയിരിലലിയാൻ ഇവിടെ തീരുകയാണ് കേട്ടോ കൂട്ടുകാരെ.